ഐറ്റം ഖലീഫേന പാതാളത്തിൽ ചവിട്ടി താത്തിട്ട് നിവിൻ പോളി എന്ന മാവേലി ഓണം തൂക്കിയിട്ടുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ കിടിലം പടം. മമിതയും നിവിൻ പോളിയും എന്റെ മോനെ അപ്പൊ കിടില സാധനം. പ്രാമിലോ കണക്ക് കിടില സാധനം. അതിന്റെ ഡയറക്ടറല്ലേ ചെയ്തിരിക്കണത്. അങ്ങനെ യാതൊരു പടമാണ് പൊട്ടിയിരിക്കണത്. കിടിലം തണ്ണീർ മത്തം കണക്ക് കിടില സാധനം. ഒരു രക്ഷയില്ല. ചിരിക്കാനും ഉണ്ട്, നമുക്ക് റൊമാൻസിനും ഉണ്ട്. ഒരു രക്ഷയില്ല. നിവിൻ പോളി തൂക്കി ബ്ലോക്ക് ബസ്റ്റർ. അവരുടെ സേഫ് സോൺ തന്നെയാണ് പടം അതുപോലെ എടുത്തിട്ടുണ്ട്. കിടിലം പടമാണ്. ഓണം തൂക്കി. അതായത് പടം നമ്മൾ കാണുമ്പോൾ ഇമോഷണൽ കണക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എടുത്ത് അതായത് സിറ്റുവേഷണൽ കോമഡികൾ ചെയ്യാൻ ഗിരീഷ് ഷേഡി തന്നെയാണ് വേറെ ലെവല്. അതുപോലെ ചെയ്യുന്നുണ്ട് പടത്തിൽ. ഒരു പ്രേമലു ലെവല് ആ റേഞ്ചൊന്നുമില്ല. പക്ഷെ പടം വേറെ രീതി നോക്കുമ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡ് എന്റർടൈനറാണ്. ഓണത്തിന് ആഘോഷിക്കാൻ പറ്റിയ പടം തന്നെ. വേറെ പടങ്ങളൊന്നുമില്ല. സെപ്റ്റംബർ 3 വരെ സൂപ്പറായിട്ട് ഓടും. അടിപൊളി പടം. എന്തോ ഓണം വിന്നറാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഇസ് ദി ഓണം വിന്നർ. ഓക്കെ, ഓണം തൂക്കി. പ്രേമലു പോലെ ഇത് ഗിരീഷ് ഷേഡി സംഭവം. ഗിരീഷ് ഷേഡി പടമാണ്. പുള്ളിക്കാരന്റെ ഹ്യൂമറും കാര്യങ്ങളെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി വിന്റേജ് നിവിൻ പോളിനെ തിരിച്ചു കിട്ടി. മമിത ബൈജു അടിപൊളി. ബാക്കി എല്ലാ സപ്പോർട്ടിങ് കഥാപാത്രങ്ങളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓണം വിന്നർ. ഭയങ്കര രസം കണ്ടോണ്ടിരിക്കുക. ഓരോ ഫ്രെയിംസ് നിവിനെ കാണാനും മമിതയെ കാണാനായാലും ഭയങ്കര രസമുണ്ട്. ഓരോ ഫ്രെയിംസ് മ്യൂസിക് ആയാലും നമുക്കൊന്നും പറയില്ല. രണ്ടുപേരും ഒന്നും പറയില്ല. നമുക്ക് അത് കണ്ണെടുക്കാൻ തോന്നൂല. ആ ഒരു ഫീലും ഭയങ്കര ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഗിരീഷ് അതിന് 1 ഫീറ്റ്. ഓണം എന്തായാലും തൂക്കി. കിള്ളം സിനിമയായിരുന്നു. ഓണം നിവിൻ പോളിക്കുള്ള തന്നെയാണ്. പ്രേമലുവിനെക്കാട്ടി എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇതാണ് ഫീൽ ചെയ്തത്. നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നിവിൻ മമിത കോമ്പോ നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിട്ടുണ്ട്. ആ ഒരു ഇത് തോന്നൂല. നല്ല രീതിയിൽ ലവ് ട്രാക്കാണ്. ലവ് സിനിമയാണ്. ഫാമിലി ഉറപ്പായിട്ടും ഇത് ഫാമിലിക്കുള്ള തന്നെയാണ്. ഓണം തൂക്കോ? ഉറപ്പായിട്ടും ഓണം നിവിൻ പോളി തന്നെ തൂക്കി. ഓണം പ്രാവശ്യം നല്ല രസമുണ്ട്. ഫീൽ ഗുഡാണ്. ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഓ പിന്നെ അടിപൊളിയാണ്. മമിത അടിപൊളിയുണ്ട്. ബോറടിക്കില്ല. മുതൽ അവസാനം വരെ തുടക്കത്തിൽ നിന്ന് തന്നെ നുറുങ്ങ് തമാശകളിൽ നിന്ന് തുടങ്ങി പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചിരികളിലേക്ക് പിന്നെ അങ്ങനെ ത്രൂ ഔട്ട് ഒരു നർമ്മ സംഭാഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു നിമിഷം പോലും അങ്ങനെ സിനിമ തുടങ്ങി പിന്നെ ഗ്രാഫ് മേലേക്ക് ക്ലൈമാക്സ് വരെ ആ ഒരു മേലേക്ക് ഇങ്ങനെ ഒരു പോക്ക് അവിടെ പോകുന്നത് വളരെ ഫാമിലി ആയിട്ട് എല്ലായിട്ടും ഒരു ഓണത്തിന് നമുക്ക് ആസ്വദിച്ച് തിയേറ്ററിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ബത്ലഹേം കുടുംബം.